ഒന്നാമത്തെ ചോദ്യം, ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? ഗംഗാ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഡി. നമാമി ഗംഗ. രണ്ടാമത്തെ ചോദ്യം പഴയ കറണ്ട് അഫയേഴ്സ് ആണ്. 2023 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായിൽ വെച്ചാണ്. 2024 നടക്കാൻ പോകുന്നത് അസർബൈജാനിലെ ബാക്കു എന്ന സ്ഥലത്ത് വെച്ചാണ്. മൂന്നാമത്തെ ചോദ്യം, 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? ഉത്തരം എ. കുഴങ്ങൾ. നാലാമത്തെ ചോദ്യം, 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. ഉത്തരം സി. പോൾ സക്കറിയ. 2019 അവസാനമായി വള്ളത്തോൾ അവാർഡ് പ്രഖ്യാപിച്ചത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അഞ്ചാമത്തെ ചോദ്യം, 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി. 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി. ഉത്തരം ബി. നിർമ്മല സീതാരാമൻ. ആറാമത്തെ ചോദ്യം, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം. ഉത്തരം സി. AN-225 മരിയ. ഏഴാമത്തെ ചോദ്യം, 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി. ഉത്തരം ബി. PR ശ്രീജേഷ്. എട്ടാമത്തെ ചോദ്യം, നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ. ഉത്തരം സി. AN ഷംസീർ. ഒമ്പതാമത്തെ ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം. 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയം വഹിക്കുന്ന രാജ്യം. ഉത്തരം ഡി. ഖത്തർ. 2022 ഫിഫ വേൾഡ് കപ്പിലെ വിന്നർ അർജന്റീനയായിരുന്നു. റണ്ണറപ്പ് ഫ്രാൻസ് ആയിരുന്നു. പത്താമത്തെ ചോദ്യം, നിലവിലെ ലോകായുക്ത ചെയർമാൻ. നിലവിലെ ലോകായുക്ത ചെയർമാൻ. നിലവിലെ ലോകായുക്ത ചെയർമാൻ ജസ്റ്റിസ് N. അനിൽകുമാറാണ്. 2024 ഒക്ടോബർ 21 അദ്ദേഹം ചുമതലയേറ്റത്. 11ാമത്തെ ചോദ്യം, കേരളത്തിന്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിന്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സി. മലബാർ തീരസമതലം. 12ാമത്തെ ചോദ്യം, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം. ഉത്തരം എ. ലക്ഷദ്വീപ്. 13ാമത്തെ ചോദ്യം, വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ. വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ. ഉത്തരം ബി. ഉത്തരായന രേഖ. 14ാമത്തെ ചോദ്യം, ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം. ഉത്തരം ഡി. മാന്നാർ കടലിടുക്ക്. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഇന്ത്യയിലെ ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഉത്തരം സി. കൊല്ലം കോട്ടപ്പുറം. 16ാമത്തെ ചോദ്യം, കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു. കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതു. ഉത്തരം ബി. തോറിയം.
17ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ഉത്തരം ഡി, മുംബൈ ഹൈ. 18ാമത്തെ ചോദ്യം, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല. ഉത്തരം ഡി, പ്രാഥമിക മേഖല. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഉത്തരം സി, തുമ്പ. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം. ഉത്തരം ബി, ഇന്ത്യൻ റെയിൽവേ. 21ാമത്തെ ചോദ്യം, വന്ദേമാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? വന്ദേമാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ഉത്തരം ഡി, ആനന്ദമഠം. 22ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? ഉത്തരം എ, 52 സെക്കൻഡ്. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം സി, 42ാം ഭേദഗതി. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് അവകാശം? ഉത്തരം ബി, തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം എന്നിവ മൗലികാവകാശങ്ങളിൽ പെടുന്നതാണ്. 25ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഉത്തരം എ, 86ാം ഭേദഗതി. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലികാവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തുമാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തുമാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. ഉത്തരം ഡി, സ്വത്തവകാശം. 27ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്?
താഴെ പറയുന്നവയിൽ ഏതു വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ബി. 32-ാം വകുപ്പ്. 28-ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏതു വർഷമാണ് പാസാക്കിയത്? വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏതു വർഷമാണ് പാസാക്കിയത്? ഉത്തരം ഡി. 2005. 29-ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം എ. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. ഈ പ്രസ്താവന തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്രയാണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. 30-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ഉത്തരം സി. 22 ജൂലൈ 1947. 31-ാമത്തെ ചോദ്യം. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ച് രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ച് രാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി. ഉത്തരം എ. പഴശ്ശിരാജ. 32-ാമത്തെ ചോദ്യം. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. ഉത്തരം സി. ലോഗൻ കമ്മീഷൻ. 33-ാമത്തെ ചോദ്യം. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത്. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത്. ഉത്തരം എ. അയ്യനടികൾ തിരുവടികൾ. 34-ാമത്തെ ചോദ്യം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ഉത്തരം ബി. ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12-നാണ്. 35-ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി. ഉത്തരം ബി. റാണി ഗൗരി പാർവതി ബായി. 36-ാമത്തെ ചോദ്യം. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്. ഉത്തരം എ. ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പത്രമാണ് രാജ്യസമാചാരം. ഇത് പ്രസിദ്ധീകരിച്ചത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ വെച്ചാണ്. 37-ാമത്തെ ചോദ്യം. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്. ഉത്തരം ബി. പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 ഒക്ടോബറിലാണ്. 38-ാമത്തെ ചോദ്യം. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ ഉടമ്പടി. ഉത്തരം ബി. ശ്രീരംഗപട്ടണം ഉടമ്പടി. 39-ാമത്തെ ചോദ്യം. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത്. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത്. ഉത്തരം സി. വി. ടി. ഭട്ടതിരിപ്പാട്. 40-ാമത്തെ ചോദ്യം. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം. ഉത്തരം ബി. 1891. 1891 ജനുവരി 1 ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് നൽകിയ നിവേദനമാണ് മലയാളി മെമ്മോറിയൽ.
41 ചോദ്യം ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലം. ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ വോണിൻ്റെ ജന്മസ്ഥലം. ഉത്തരം സി ആസ്ട്രേലിയ. 42 ചോദ്യം പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം. ഉത്തരം ബി ടേബിൾ ടെന്നീസ്. 43 ചോദ്യം ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം. ഉത്തരം എ ധ്യാൻചന്ദ്. 44 ചോദ്യം പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം സി വയനാട്. 45 ചോദ്യം പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം. ഉത്തരം ബി സൈലന്റ് വാലി. 46 ചോദ്യം കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്. കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്. ഉത്തരം സി വട്ടെഴുത്ത് ലിഖിതം. 47 ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. ഉത്തരം ഡി മൂലമറ്റം. 48 ചോദ്യം പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി. ഉത്തരം ബി പെരിയാർ. 49 ചോദ്യം 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്. 5 തിണൈകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഉത്തരം ഡി കടൽ തീരം. 50 ചോദ്യം സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു. സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു. ഉത്തരം എ ഉമണർ. 51 ചോദ്യം ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത്. ഉത്തരം ബി ഡൽഹൌസി പ്രഭു. 52 ചോദ്യം ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം. ഉത്തരം ബി ബെൽഗാം. ബെൽഗാം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ബെൽഗാം സമ്മേളനം നടന്നത് 1924 53 ചോദ്യം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത്. ഉത്തരം എ മൗലാന അബ്ദുൽ കലാം ആസാദ്. 54 ചോദ്യം ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏതു സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഉത്തരം ബി ക്വിറ്റ് ഇന്ത്യ സമരം. 55 ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഉത്തരം സി ക്ലെമന്റ് ആറ്റ്ലി. 56 ചോദ്യം സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി. ഉത്തരം സി ദാമൻ ഇ കോഹ്. 57 ചോദ്യം ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം. ഉത്തരം ബി പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം നടന്നത് 1757 58 ചോദ്യം സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി. ഉത്തരം ബി വില്യം ബെൻഡിക് പ്രഭു. 59 ചോദ്യം സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. ഉത്തരം ബി ഗോപാലകൃഷ്ണ ഗോഖലെ. 60 ചോദ്യം ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത്. ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടത്. ഉത്തരം എ
സർദാർ വല്ലഭായ് പട്ടേൽ. 61-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക. ഉത്തരം ബി, ഇനാമൽ. 62-ാമത്തെ ചോദ്യം, പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഉത്തരം സി, 8. 63-ാമത്തെ ചോദ്യം, ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഉത്തരം ഡി, ജീവകം സി. 64-ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര്? കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര്? ഉത്തരം ഡി, സുകൃതം. താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ? താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേനയല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ? 1 കുഷ്ഠം, 2 മലമ്പനി, 3 കോളറ, 4 മന്ത്. ഉത്തരം എ, 1, 3 എന്നിവ. 1 കുഷ്ഠം, 3 കോളറ ഇവ രണ്ടുമാണ് കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ. മലമ്പനി, മന്ത് എന്നിവ കൊതുകുകൾ മുഖേന പകരുന്ന രോഗങ്ങളാണ്. 66-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബി, കോഴിക്കോട്. 67-ാമത്തെ ചോദ്യം, അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര? ഉത്തരം സി, 78%. 68-ാമത്തെ ചോദ്യം, ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കരവർഗമാണ്? ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കരവർഗമാണ്? ഉത്തരം ഡി, തെങ്ങ്. 69-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഉത്തരം സി, ഹൈഡ്രജൻ പെറോക്സൈഡ്. 70-ാമത്തെ ചോദ്യം, ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം എ, മാർച്ച് 21. 71-ാമത്തെ ചോദ്യം, ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ബി, ജോൺ ഡാൾട്ടൺ. 72-ാമത്തെ ചോദ്യം, സിങ്കിന്റെ അയിര് ഏത്? സിങ്കിന്റെ അയിര് ഏത്? ഉത്തരം ഡി, കലാമിൻ. 73-ാമത്തെ ചോദ്യം, കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? ഉത്തരം എ, ഹീലിയം. 74-ാമത്തെ ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം ബി, ഓക്സിജൻ. 75-ാമത്തെ ചോദ്യം, വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം സി, സൾഫ്യൂരിക് ആസിഡ്. 76-ാമത്തെ ചോദ്യം, ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്?
ഉത്തരം സി. വേഗത ഈക്വൽ ടു ദൂരം ഇൻറ്റു സമയം. അത് തെറ്റാണ്. ദൂരം ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം. വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം. സമയം ഈക്വൽ ടു ദൂരം ബൈ വേഗത. ഇവയാണ് ശരിയായ സമവാക്യങ്ങൾ. 77ാമത്തെ ചോദ്യം. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ഉത്തരം എ. ജൂൾ. 78ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്. ഉത്തരം ഡി. ISRO. 79ാമത്തെ ചോദ്യം. മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? ഉത്തരം ബി. 37 ഡിഗ്രി സെൽഷ്യസ്. 80ാമത്തെ ചോദ്യം. ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? P ഈക്വൽ ടു 1/f. P എന്ന് പറയുന്നത് പവറും F എന്ന് പറയുന്നത് ഫോക്കസ് ദൂരവുമാണ്.